നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ്. ഇന്നത്തെ തൊടുകുറിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു തൊടുകുറി ഫലം 100% കൃത്യമായിരിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് 100% കൃത്യമായിരിക്കുമെന്നത്? പലപ്പോഴും നമ്മൾ തൊടുകുറിയിൽ കാണിക്കുന്ന ആ ചിത്രങ്ങൾക്ക് നമ്മുടെ ആന്തരികമായിട്ടും ബാഹികമായിട്ടും സ്വാധീനിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതായത് ചില ചിത്രങ്ങൾ ഇപ്പോൾ പുഷ്പങ്ങളാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില പുഷ്പങ്ങളോട് നമുക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പുഷ്പങ്ങൾ ഉണ്ടാവാം. ചില നമ്പേഴ്സിനോട് നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടാവാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില നിറങ്ങളോട് നമുക്ക് അങ്ങനെയുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ തൊടുകുറി ഫലങ്ങൾ പറയാനായിട്ട് ചിത്രങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ചിത്രത്തിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് ചായും. അപ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ആ ഒരു ഫലം കൃത്യമായിട്ട് വരാറില്ല. എന്നാൽ ഇന്നത്തെ തൊടുകുറിയിൽ നമ്മളിവിടെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം ഉപ്പും രണ്ടാമത്തെ ചിത്രം മഞ്ഞളുമാണ്. എന്താണ് ഈ 2 ചിത്രങ്ങളുടെ പ്രത്യേകത? നമുക്ക് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷനും ഈ 2 ചിത്രങ്ങളും കാണുന്ന സമയത്ത് തോന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടത്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളും എന്താണോ നിങ്ങളുടെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണോ മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയും ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട്, ദേവിയോട്, ആരാണോ നിങ്ങളുടെ ഇഷ്ടദൈവം, ആ ഒരു ശക്തിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാനായിട്ട്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച ശേഷം പതിയെ കണ്ണു തുറന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചിത്രം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കുന്ന ചില ശുഭകാര്യങ്ങളെക്കുറിച്ച്. അപ്പൊ നമുക്കിനി ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഉപ്പ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലമാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം, കുടുംബത്തിന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക്, കുടുംബത്തിലെ അംഗങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി പലവിധ കഷ്ടതകൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് പ്രയത്നിക്കുവാനും യാതൊരു മടിയുമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. അവരുടെ ഉയർച്ചയ്ക്കായിട്ട്, നിങ്ങളുടെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് പ്രയത്നിക്കുകയും അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ് നിങ്ങൾ. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും അതിൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സമയമായി എന്നുള്ളതാണ് ഈ ഒരു നിമിത്തം നിങ്ങളോട് പറയുന്നത്. ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പുതിയ വ്യാപാരങ്ങൾ, പുതിയ രീതിയിലുള്ള തൊഴിലുകൾ നിങ്ങൾക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ്. പരാജയങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പരാജയങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നതാണ്. മറ്റുള്ളവരുടെ ഇടപെടലുകൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. പലപ്പോഴും മറ്റുള്ളവർ മൂലം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കാതെ പോകാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയും പിന്നീട് അതിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിങ്ങളോട് എടുത്തു പറയാനുള്ള കാര്യം, സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സമയമായി എന്നതാണ്. സന്താനങ്ങളാൽ പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. പാതിയിൽ ഉപേക്ഷിച്ച ചില സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അതൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാനായിട്ട് പോകുന്നത്. ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം കടന്നു വരും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കുക. ചെറിയ പിഴവുകൾ പോലും നിങ്ങൾക്ക് സംഭവിക്കാം, എന്നാൽ ആ പിഴവുകൾ നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരല്പം കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വരുന്നതോടൊപ്പം ചെറിയ ചില അപകടങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്ക് ജീവിതത്തിൽ എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുമോ എന്ന ചിന്ത അല്ലെങ്കിൽ ആശങ്ക നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാരണം വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത നാൾക്കുനാൾ നിങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. മറ്റൊരാളുടെ വാക്ക് വിശ്വസിക്കുന്നത് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് ദോഷകരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചതിയിൽപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റെടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിങ്ങളിൽ കാണുന്നത്. സഹോദരങ്ങളെ സഹായിക്കുക, തിരികെ സഹായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അനുകൂലമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഉപ്പ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി പ്രത്യേകം ഓർക്കുക, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ കൃത്യത, ഇതിന്റെ ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങൾ പറയാം. നിങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള പ്രവർത്തികൾ, കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് വിജയ സാധ്യത വന്നു ചേർന്നിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, വിജയങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ബുദ്ധികൂർമ്മത പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരും. ബുദ്ധികൂർമ്മതയോടെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് നൽകും എന്നതാണ്. അതുപോലെ തന്നെ മത്സരങ്ങളിലും വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഏതൊരു മത്സരമായാലും. സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈയിടെയായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നഷ്ടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട്. അതിനൊക്കെയും ഒരു പരിഹാരം അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെയും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വന്നു ചേരുന്നതാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വരുമാനം നിങ്ങളെ തേടിയെത്തും. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയുണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ കടം കൊടുത്ത പണം തിരികെ ലഭിക്കുക, അല്ലെങ്കിൽ ചിട്ടിക്കോ മറ്റോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം. അത് കുടുംബ ഭൂമിയാകാം, ആഗ്രഹിക്കുന്നതായിട്ടുള്ള മറ്റു കാര്യങ്ങളാകാം. അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയോ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്നും വരാവുന്നതാണ്. പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ അത് പരിഹരിക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ അത് പരിഹരിക്കാൻ മറ്റൊരാളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എങ്കിലും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ചില കാര്യങ്ങളിൽ പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വിനയായി തീരുന്നതാണ്. ആത്മവിശ്വാസം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ഒരൽപ്പം ചിന്തിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ട്. എന്നാൽ അതൊക്കെയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നതാണ്. ഒരുപാട് നീണ്ട വഴക്കുകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ സമ്മാനിക്കാം. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളായിട്ട് പരിഹരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുക എന്നതാണ്.
ഇനി വിവാഹം കഴിക്കാത്ത ആളുകളാണെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. വിവാഹ കാര്യത്തിൽ തീരുമാനത്തിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഇനി അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കായാലും മറ്റുള്ള ബന്ധുക്കൾക്കായാലും നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് വിനയായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ മാറി എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കാനായിട്ട് പോകുന്നത്. എന്നിരുന്നാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് വളരെ ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. മറ്റൊരാളുടെ ഇടപെടൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.